ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു ബിരിയാണി ആയാലോ? ബിരിയാണി ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പം നമുക്ക് ഓരോ നാട്ടിലും ഓരോ ബിരിയാണി. അപ്പം ഞങ്ങളുടെ ബിരിയാണി ഒന്ന് കണ്ടാലോ? അപ്പോൾ നോക്കി, ഈ കാണുന്നവരെല്ലാവരും ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ കട്ടിങ് പ്രോസസ്സ് എല്ലാം കഴിയും. അടുത്ത് നമുക്ക് പുതിന പറിച്ചാലോ? നല്ല പുതിനയുണ്ട് കേട്ടോ, അതിനെ പറിച്ചെടുക്കാം. പറിച്ചെടുത്തപ്പോൾ ഇത് പുതിനയാണോ തുളസിയാണോ എന്നൊരു ഡൗട്ടായി തുടങ്ങി. നല്ല നീളമല്ല. അത് കഴിഞ്ഞ് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ഇതിലോട്ടിടാം കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്ത് ചേർക്കുന്ന ബിരിയാണിയാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കന് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 by 1 ആയിട്ട് എല്ലാവരെയും ചേർത്തത് ഈ പരുവത്തിനാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു ബിരിയാണി പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് സവാള വറുത്തെടുക്കാം. സവാള ഒരല്പം അധികം തന്നെ വറുത്തെടുക്കുന്നുണ്ട്. അതായത് നമ്മൾ എടുത്ത് വെച്ച സവാളേൻ്റെ പകുതി വറുത്തെടുക്കുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ഈ ചിക്കൻ്റെ ഗ്രേവിയിലോട്ട് നമ്മൾ ഈ സവാള പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 1 by 1 ആയിട്ട് എല്ലാവരെയും അതിൽ തന്നെ ഇട്ട് വറുത്തെടുക്കുന്നു. കാരണം ഇനി പാത്രമൊന്നും മാറ്റാൻ വയ്യ കേട്ടോ, ഞാൻ തന്നെ അതെല്ലാം കഴുകണ്ടേ. അതുകൊണ്ട് തന്നെ ഈ പോട്ടിൽ തന്നെയാണ് എല്ലാവരെയും റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ 1 by 1 ആയിട്ട് ചിക്കൻ വരുന്നു. ഓരോരുത്തരായിട്ട് വന്ന് അവരവരുടെ റോള് കഴിഞ്ഞ് പോകുന്നു. അങ്ങനെ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചു വിട്ട് ഞാൻ ഇവിടെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഫ്രൈ ആക്കി എടുക്കുന്ന ഒരു 70% മാത്രമേ നമ്മൾ റെഡിയാക്കുന്നുള്ളൂ. ബാക്കി ഇത് ഗ്രേവി കിടന്ന് റെഡി ആയിക്കോളും. എങ്കിൽ മാത്രമേ ഗ്രേവി നന്നായിട്ട് ഇതിലോട്ട് പിടിക്കുള്ളൂ. അല്ലെങ്കിൽ നല്ല ഫ്രൈ ആയി പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇട്ട് മസാലയാക്കി എടുക്കാം. ഈ സവാളയിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ചതച്ചതും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ കളറായി വരാറാകുമ്പോൾ തന്നെ നമുക്കതിലോട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിനിടയ്ക്ക് തന്നെ അരിനെയും കുതിർക്കാൻ വെക്കാം കേട്ടോ. നന്നായിട്ട് കഴുകി അതിനവിടെ കുതിർക്കാൻ വെച്ചതിന് ശേഷം ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് ഇതിലോട്ട് ചേരും. ആ പരുവാകുമ്പോൾ നമുക്കിതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല ഇവരെല്ലാം ചേർത്ത് നല്ല പരുവത്തിന് ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും പോലെ ആക്കുന്നുണ്ട് കേട്ടോ. നല്ല മൂപ്പിച്ചെടുത്തതിന് ശേഷം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇച്ചിരി കുറുകി വരുമ്പോൾ തന്നെ ചിക്കനും ചേർത്ത് കൊടുക്കുക. പോരെങ്കിൽ നമുക്ക് വെള്ളം വീണ്ടും ചേർക്കാം. അങ്ങനെ ചിക്കനും വന്നു. ചിക്കനെല്ലാം ചേർത്ത് നല്ല കുഴമ്പ് പരുവത്തിലാക്കിയെടുക്കണം. വെള്ളമൊക്കെ അതിനിടയ്ക്ക് വറ്റി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും വെള്ളം ചേർക്കേണ്ടി വരും. കുറച്ചൊരു ഗ്രേവി ടൈപ്പിൽ, അതായത് ഒരുപാട് ഗ്രേവി അല്ല, എന്നാലും ഒരു കുറുകിയ ടൈപ്പ് നമുക്കിതിനെ വേണം. അതുകൊണ്ട് തന്നെ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഇതിനെ തിളപ്പിക്കാൻ വയ്ക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് അതിനിടയ്ക്ക് തന്നെ വറുത്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിനൊന്ന് അടച്ച് വെച്ച് റെഡിയായി വരുന്നതിനിടയ്ക്ക് തന്നെ നമുക്ക് ചോറ് കൂടെ അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അടുത്ത ചോറ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ നോർമൽ മസാലാസ് എല്ലാം ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ഒരല്പം വലിയ പച്ചമുളകില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, എരിവില്ലാത്തത്. അതൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അതിനിടയ്ക്ക് തന്നെ നമുക്ക് സലാഡ് ആവശ്യമാണല്ലോ. അതിനുള്ള തൈരൊക്കെ എടുത്ത് നമ്മൾ നല്ല കട്ട തൈരാട്ടോ നമ്മൾ തന്നെ വീട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. നോക്കിയേ, നല്ലൊരു സലാഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പറിച്ചുകൊണ്ട് വന്ന പുതിന എല്ലാവരെയും വരിയായിട്ട് ഈ ചിക്കനിലോട്ട് ചേർത്ത് നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോക്കി, അതേ ചൂട് ഗ്രേവിയിലോട്ട് ആ ചൂട് ചോറും മല്ലിയില ഇതെല്ലാം കൂടി ഇട്ട് ലെയർ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ അലങ്കോലപ്പണികളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിലോട്ട് ഒരല്പം ഗരം മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് അതിൻ്റെ ഇടയിൽ പൈനാപ്പിൾ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇരുന്ന് ദം ചെയ്ത് വരുമ്പോൾ ഉള്ളൊരു മണമുണ്ട് എൻ്റെ സാറേ. അത് ആ മണം അടിക്കുമ്പോൾ തന്നെ വാരി കഴിക്കാൻ തോന്നും. ഇങ്ങനെ 1 by 1 ആയിട്ട് ലെയർ ചെയ്ത് നമ്മളെ ബിരിയാണി റെഡി ആകുന്നുണ്ട്. ഇതിനെ നന്നായിട്ട് ഇനി നല്ല അടച്ച് വെച്ച് നമുക്കിനി റെസ്റ്റ് ചെയ്യിപ്പിക്കണം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, അതായത് ചെറിയ ബർണറിൻ്റെ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ചെറിയ തീയിൽ തന്നെ സിമ്മിൽ തന്നെ ഇട്ട് നമുക്ക് വെച്ചതിന് ശേഷം ഓഫ് ചെയ്ത് ബർണർ ഓഫ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ അതേ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങോട്ടൊക്കെ ഈ മല്ലിയിലൊക്കെ ഒന്ന് വാടി ഈ പരുവത്തിലായിട്ടുണ്ട്. നല്ല സൂപ്പർ മണം കേട്ടോ. ഇതിൻ്റെ അടിയിൽ മസാല അടപ്പുണ്ട്. അങ്ങോട്ടൊക്കെ നമ്മുടെ ബിരിയാണി റെഡി. അപ്പോൾ അടുത്ത ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.